ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ആവേശം പകർന്ന മംഗൽ പാണ്ഡെ എന്ന രാജ്യസ്നേഹിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബ്രിട്ടീഷുകാർ പടിപടിയായി ഇന്ത്യയിൽ ചുവടുറപ്പിച്ചുകൊണ്ടിരുന്ന കാലം ബംഗാളിലെ സൈനിക ഘടകത്തിന് പുതിയൊരു തരം വെടിയുണ്ടകൾ അവർ വിതരണം ചെയ്തു. വെടിയുണ്ടകളുടെ കവറുകൾ കടിച്ചു പൊട്ടിച്ച് കളഞ്ഞാണ് അവ തോക്കിൽ നിറച്ചിരുന്നത്. അത്തരം കവറുകളിൽ കൊഴുപ്പും നിറച്ചിരിക്കും. പുതിയതായി നൽകപ്പെട്ട വെടിയുണ്ടകളുടെ കവറുകളിൽ മൃഗക്കൊഴുപ്പാണ് നിറച്ചിരുന്നത്, അതും പശുക്കളിൽ നിന്നെടുക്കുന്ന കൊഴുപ്പ്. ആ സത്യമറിഞ്ഞ ബംഗാൾ സേനയിലെ ഇന്ത്യൻ സൈനികർ നടുങ്ങി. പശുവിനെ ദിവ്യ മൃഗമായി ആണ് അവർ കണക്കാക്കിയിരുന്നത്. അതിനാൽ പുതിയ വെടിയുണ്ടകളുടെ കവറുകൾ കടിച്ചു പൊട്ടിക്കാൻ അവർ കൂട്ടാക്കിയില്ല. ബ്രിട്ടീഷുകാർ തങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണ് ഇത് ചെയ്തതെന്ന് അവർ കരുതി. ഇന്ത്യക്കാരുടെ വിശ്വാസങ്ങളിൽ അവർക്ക് വലിയ പുച്ഛമാണ്. ഹിന്ദു സൈനികരും മുസ്ലിം സൈനികരും പുതിയ വെടിയുണ്ട തോക്കിൽ നിറയ്ക്കുവാൻ വിസമ്മതിച്ചു. എന്നാൽ സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ബാരക്പൂരിന് അടുത്തുള്ള ബേരാംപൂർ സൈനിക ക്യാമ്പിൽ കുഴപ്പങ്ങൾ തലപൊക്കി. ശിപ്പായികൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സൈനികരാരും തോക്കിൽ പുതിയ വെടിയുണ്ട നിറച്ചില്ല. അവർക്ക് വീറും വാശിയും പകർന്ന ഒരു സൈനികനുണ്ടായിരുന്നു, സാക്ഷാൽ മംഗൽ പാണ്ഡെ. എന്തു സംഭവിച്ചാലും പുതിയ വെടിയുണ്ട തോക്കിൽ കടിച്ചു പൊട്ടിച്ച് നിറയ്ക്കരുത് എന്ന് സുഹൃത്തുക്കൾക്ക് അദ്ദേഹം ആഹ്വാനം നൽകി. ആ ക്യാമ്പിലെ 1000 സൈനികരിൽ 800 പേരും ശിപ്പായിമാരായിരുന്നു. പട്ടാള മേധാവിക്ക് അവർക്കെതിരെ പെട്ടെന്ന് എന്തെങ്കിലും നടപടി എടുക്കാനായില്ല. അദ്ദേഹം ഗവർണർ ജനറലിന് അടിയന്തരമായി സന്ദേശമയച്ചു. 1857 മാർച്ച് 29 പട്ടാള മേധാവികളെ നടുക്കിയ ഒരു സംഭവമുണ്ടായി. മംഗൽ പാണ്ഡെ പട്ടാളക്കാരുടെ കോട്ടും തൊപ്പിയും അണിഞ്ഞ് പാൻറ്റിന് പകരം നാടൻ മുണ്ടുമുടുത്ത് എന്നിട്ട് തൻ്റെ തോക്കും കയ്യിലേന്തി പരേഡ് ഗ്രൗണ്ടിലെത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കാൻ അദ്ദേഹം സഹപ്രവർത്തകരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേജർ ജെയിംസ് ഫ്യൂസൻ അങ്ങോട്ട് കുതിച്ചെത്തി. മംഗൽ പാണ്ഡെ കടുത്ത നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്ന് അറിയിച്ചു. മംഗൽ പാണ്ഡെ അത് വകവച്ചില്ല. ഫ്യൂസൻ അക്കാര്യം ലഫ്റ്റനൻ്റ് ബോയ്ക്ക് റിപ്പോർട്ട് ചെയ്തു. പരേഡ് ഗ്രൗണ്ടിലെത്തിയ ഫ്യൂസന് നേരെ മംഗൽ പാണ്ഡെ വെടിയുതിർത്തു. എന്നിട്ട് ദൂരേക്ക് ഓടി. ഒരു കുതിരപ്പുറത്ത് ബോ മംഗൽ പാണ്ഡെയ്ക്ക് പുറകെ കുതിച്ചു. പാണ്ഡെ കുതിരയെ വെടിവെച്ച് വീഴ്ത്തി. ബോ ഊരിപ്പിടിച്ച വാളുമായി കുതിരപ്പുറത്ത് നിന്ന് ചാടി മംഗൽ പാണ്ഡെയുടെ അടുത്ത് ഓടിയെത്തി. അത് കണ്ട മംഗൽ പാണ്ഡെ തൻ്റെ തോക്ക് വലിച്ചെറിഞ്ഞ് വാൾ കയ്യിലെടുത്തു. മംഗൽ പാണ്ഡെയും പട്ടാള മേധാവി ബോയും തമ്മിൽ ഏറെ സമയം വാൾപ്പയറ്റ് നടന്നു. ഒടുവിൽ സാരമായി മുറിവേറ്റ ബോ പിന്തിരിഞ്ഞു. അയാളെ വധിക്കാൻ മംഗൽ പാണ്ഡെ ശ്രമിച്ചെങ്കിലും ഒരു സൈനികൻ അത് തടഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്കെത്തിയ ബാരക്പൂരിലെ സൈനികരെല്ലാം അവിടെ അണിനിരന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനുള്ള ആദ്യത്തെ കലാപം അവിടെ അരങ്ങേറുകയായിരുന്നു. നിറതോക്കുമായി മംഗൽ പാണ്ഡെ ഗ്രൗണ്ടിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. സഹപ്രവർത്തകരോട് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കുവാൻ വിളിച്ചു പറയുകയും ചെയ്തു. ഈ സമയം ലഫ്റ്റനൻ്റ് കേണൽ വീലർ അങ്ങോട്ടേക്ക് കുതിച്ചെത്തി. മംഗൽ പാണ്ഡെയെ വെടിവെച്ച് വീഴ്ത്താൻ മറ്റ് ശിപ്പായിമാരോട് അദ്ദേഹം ഉത്തരവിട്ടു. പക്ഷേ അവരാരും അനങ്ങിയില്ല. അദ്ദേഹം അക്കാര്യം മേജർ ജനറൽ ഹേഴ്സിനെ അറിയിക്കുകയും ചെയ്തു. അണിനിരന്ന ശിപ്പായിമാരിൽ ഒരാളോട് മംഗൽ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ അങ്ങോട്ടേക്കെത്തിയ ഹേഴ്സിയും ആവശ്യപ്പെട്ടു. ശിപ്പായിമാർ ഒരേ ലക്ഷ്യത്തോടെ ഒറ്റക്കെട്ടായി നിന്നു, ഒരാളൊഴികെ. ബോയെ കൊല്ലുന്നതിന് തടഞ്ഞ ഷെയ്ഖ് പൽത്തു ആയിരുന്നു അത്. അയാൾ മുന്നോട്ട് ചെന്ന് പാണ്ഡെയെ അറസ്റ്റ് ചെയ്തു. ഈ സമയം ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ സ്വയം വെടിവെച്ച് മരിക്കാൻ പാണ്ഡെ ഒരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. പരിക്കേറ്റ പാണ്ഡെയെ അധികൃതർ ജയിലിലേക്ക് മാറ്റി.
2 കുറ്റങ്ങളാണ് പാണ്ഡെയ്ക്കുമേൽ ചുമത്തിയത്. ഉത്തരവാദിത്തമില്ലാതെ ആയുധമെടുത്ത് പരേഡ് ഗ്രൗണ്ടിലെത്തി ശിപ്പായിമാരെ കൂട്ടുവിളിച്ചതും മേജർ ഹ്യൂസനെയും ലഫ്റ്റനൻ്റ് ബോയെയും വധിക്കാൻ ശ്രമിച്ചതും വിചാരണ വേളയിൽ തന്നെ ഒരു കാര്യം പാണ്ഡെയ്ക്ക് ഉറപ്പായി: തനിക്ക് ലഭിക്കാൻ പോകുന്നത് വധശിക്ഷയായിരിക്കും. അതുതന്നെയാണ് സംഭവിച്ചത്. മംഗൽ പാണ്ഡെയ്ക്ക് വേണ്ടി തൂക്കുമരം തയ്യാറായി. തീയതിയും നിശ്ചയിച്ചു: 1857 ഏപ്രിൽ 18. പക്ഷേ വൈകാതെ ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനെയൊരു വാർത്ത ലഭിച്ചു: മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റുന്ന ദിവസം വലിയ കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. കലാപം ഒഴിവാക്കാനായി അവർ ഒരു മാർഗം കണ്ടുപിടിച്ചു: പാണ്ഡെയുടെ വധശിക്ഷ തീയതി നേരത്തെയാക്കുക. അവർ അതീവ രഹസ്യമായി വധശിക്ഷ നേരത്തെയാക്കി. 1857 ഏപ്രിൽ 8 മംഗൽ പാണ്ഡെ തൂക്കിലേറ്റപ്പെട്ടു. മാതൃഭൂമിയുടെ മാനം കാക്കാൻ വീരമൃത്യു വരിക്കുമ്പോൾ 30 വയസ്സായിരുന്നു പാണ്ഡെയുടെ പ്രായം. ഉത്തർപ്രദേശിലെ ബലിയ ജില്ലയിൽ നഗ്വ ഗ്രാമത്തിലാണ് 1827 അദ്ദേഹം ജനിച്ചത്. 22-ാം വയസ്സിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാൾ ആർമിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 6-7 വർഷം കഴിഞ്ഞാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് തീ കൊളുത്തിയ ശിപ്പായി ലഹളയ്ക്ക് മംഗൽ പാണ്ഡെ തുടക്കം കുറിച്ചത്.